സോ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡാറ്റ എൻട്രി ഫോം എങ്ങനെ നമുക്ക് പൈത്തോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു എക്സൽ ഫയലിൽ ഇതുപോലെ ഇവിടെ കാണുന്ന ഈ ഒരു എക്സൽ ഫയലിൽ സ്റ്റോർ ആവുന്നതായിരിക്കും. ഉദാഹരണമായി നമ്മുടെ എക്സൽ ഫയൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ് എന്ന് പറയുന്ന 3 കോളംസ് ആണുള്ളത്. ഈ കോളത്തിലോട്ടാണ് നമ്മൾ നമ്മുടെ പൈത്തോൺ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിത് ക്ലോസ് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ ഐറ്റം, ക്വാണ്ടിറ്റി, അതുപോലെ പ്രൈസ് ഉണ്ടായിരിക്കും. സോ ഈ 3 കോളത്തിലും നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. സോ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യാൻ പോകുന്നത് കീബോർഡ് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ 30 എൻ്റർ ചെയ്യുന്നു. പ്രൈസ് ഞാൻ 200 എൻ്റർ ചെയ്യുന്നു. ആഡ് ടു എക്സൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ ആ ഒരു എക്സൽ ഫയലിലോട്ട് അത് ആഡ് ആയിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ രണ്ടാമതൊരു ഐറ്റം കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, മൗസ്. അതിൻ്റെ ക്വാണ്ടിറ്റി 30, പ്രൈസ് ഞാൻ 300, ആഡ് ടു എക്സൽ. മൂന്നാമതായി പ്രിൻ്റർ അതിൻ്റെ ക്വാണ്ടിറ്റി 6, പ്രൈസ് നമ്മൾ 3000 കൊടുക്കുന്നു, ആഡ് ടു എക്സൽ. ഇപ്പോൾ ഞാൻ 3 ഐറ്റം ഞാനിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇനി ആഡ് ചെയ്ത ആ ഒരു ഐറ്റം സേവ് ആയിട്ടുള്ളത് നമ്മുടെ എക്സൽ ഫയലിലാണ്. സോ നമുക്കത് പോയി നോക്കാം. ആ ഒരു എക്സൽ ഫയൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ 3 ഡീറ്റെയിൽസ്, 3 ഡാറ്റയും നമുക്കിവിടെ കാണാൻ സാധിക്കും. കീബോർഡ്, മൗസ്, പ്രിൻ്റർ. നമ്മൾ കൊടുത്ത ക്വാണ്ടിറ്റിയും പ്രൈസ് എല്ലാം നമ്മളിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പൈത്തോൺ പ്രോഗ്രാമിൽ എൻ്റർ ചെയ്യുന്ന കാര്യം നമുക്കൊരു എക്സലിലോട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജസ് ഓപ്പൺ പൈ എക്സൽ എന്ന് പറയുന്ന പാക്കേജാണ് എക്സലുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യണം. സോ നമ്മളിതിൽ ഉപയോഗിക്കുന്ന പാക്കേജസ് എന്ന് പറയുന്നത് ഓപ്പൺ പൈ എക്സൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ tkinter ഉപയോഗിക്കുന്നുണ്ട്. സോ നമുക്ക് ഓപ്പൺ പൈ എക്സൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ പിപ്പ് ഇൻസ്റ്റാൾ ഓപ്പൺ പൈ എക്സൽ എന്ന് ഇതുപോലെ കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാക്കേജ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിത് ഇമ്പോർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ ഫ്രം ഓപ്പൺ പൈ എക്സൽ ഇമ്പോർട്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് വർക്ക് ബുക്ക് ആവശ്യമാണ്, അതുപോലെ നമുക്ക് ലോഡ് വർക്ക് ബുക്ക്, ഈ 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നത് tkinterലാണ്. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് കിൻഡർ ആസ് tk. സോ അതുപോലെ നമുക്ക് വേണ്ടത് ഫ്രം tkinter ഇമ്പോർട്ട് ലേബൽ, നമുക്ക് ലേബൽ ഇമ്പോർട്ട് ചെയ്യണം. അതുപോലെ നമുക്ക് വേണ്ടത് എൻട്രി വിഡ്ജറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം, അതുപോലെ ബട്ടൺ നമുക്ക് വേണം. 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പാക്കേജിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനുശേഷം നമുക്ക് നമ്മുടെ കോഡ് എഴുതാം. സോ നമ്മളിവിടെ കോഡ് എഴുതുന്നത് നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കോഡ് എഴുതുന്നത്. ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വേയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ഡാറ്റ എൻട്രി ഫോം എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിനുള്ളിൽ നമ്മൾ പാരൻറ്റ് ക്ലാസ് ആയി കൊടുക്കുന്നത് നമ്മുടെ tk ക്ലാസ് ആണ്. tkinterലെ tk ക്ലാസ് ആണ്. സോ നമ്മളിവിടെ tk ഫ്രം കിൻഡർ ആസ് tk എന്ന് കൊടുക്കുക, ഏരിയാസ് tk. സോ നമുക്ക് ആ ഒരു എറർ പോയി കിട്ടും. ശേഷം നമുക്ക് നമ്മുടെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ഇനിറ്റ് നമുക്ക് സെൽഫ് എന്ന് കൊടുക്കാം, സെൽഫ്. ശേഷം നമുക്കിവിടെ സൂപ്പർ ഫംഗ്ഷൻ കൊടുക്കാം. സൂപ്പർ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പാരൻറ്റ് ക്ലാസ്സിലെ മെത്തേഡും അതുപോലെ പ്രോപ്പർട്ടീസും ഒക്കെ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമ്മളിവിടെ സൂപ്പർ ഡോട്ട് ഇനിറ്റ് ഈ ഒരു രീതിയിൽ തന്നെ കൊടുക്കുക. tkinterൽ ഓരോ ഫംഗ്ഷൻസും നമുക്ക് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സെൽഫ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഓരോ പ്രോപ്പർട്ടിയും നമുക്ക് ഇതുപോലെ ആക്സസ് ചെയ്യാം. ഉദാഹരണമായി നമുക്ക് ടൈറ്റിലാണ് കൊടുക്കേണ്ടതെങ്കിൽ ഞാനിവിടെ ടൈറ്റിൽ കൊടുക്കുന്നു. ടൈറ്റിൽ ഞാനിവിടെ ഡാറ്റ എൻട്രി ഫോം എന്ന് കൊടുക്കുന്നു, ഡാറ്റ എൻട്രി ഫോം. സോ അതിനുശേഷം എനിക്ക് വേണ്ടത് ഇതിൻ്റെ ജോമെട്രിയാണ്. ഇതിൻ്റെ നമുക്ക് വിഡ്ത്തും ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്യണം. സോ ഞാനിവിടെ സെൽഫ് ഡോട്ട് ടൈറ്റിൽ നമുക്ക് വിഡ്ത്ത് ഒരു 500 കൊടുക്കാം, അതുപോലെ ഹൈറ്റ് ഒരു 400 കൊടുക്കാം, 400. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് താഴോട്ട് വരാം. താഴോട്ട് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ്, ഇതിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, ഈ ക്ലാസ്സിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ആപ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് ഡാറ്റ എൻട്രി ഫോമിലാണ്. ഇപ്പോൾ നമ്മളതിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ മെയിൻ ലൂപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൂടി നമുക്ക് കോൾ ചെയ്യാം. സോ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടി സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്കിത് വന്നതിന് ശേഷം ഇത് റൺ ചെയ്ത് നോക്കാം. പൈത്തോൺ main.py എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിൻഡോ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ ടൈറ്റിലിൽ 500, നമുക്കിവിടെ സെൽഫ് ഡോട്ട് ജോമെട്രി എന്നാണ് വേണ്ടത്. സെൽഫ് ഡോട്ട് ജോമെട്രി
അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു 500 എന്ന് പറയുന്നത് ടൈറ്റിൽ വന്നത്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ബേസിക് UI നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സോ നമുക്ക് ഇനി ഇതിൽ വേണ്ടത് നമുക്ക് ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ്, ഈ 3 ലേബൽസും 3 എൻട്രി വിഡ്ജറ്റും നമുക്ക് ആവശ്യമാണ്. സോ അതങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. 3 ലേബൽ കൊടുക്കണം, 3 എൻട്രി വിഡ്ജറ്റ് കൊടുക്കണം, അതിനുശേഷം നമുക്കൊരു ബട്ടൺ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യമായി നമുക്ക് ലേബൽ ക്രിയേറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് ഐറ്റം ലേബൽ എന്ന് കൊടുക്കാം. ഐറ്റം ലേബൽ ഈക്വൽ ടു നമുക്കൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ലേബലിനുള്ളിൽ നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് കൊടുക്കണം, സെൽഫ് കോമ കൊടുത്ത ശേഷം നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ഐറ്റം എന്ന് കൊടുക്കാം, ഐറ്റം. അതിനുശേഷം അതിൻ്റെ എൻട്രി വിഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സെൽഫ് ഡോട്ട് ഐറ്റം എൻട്രി, ഇതൊരു എൻട്രി വിഡ്ജറ്റ് ആണ്. സോ നമ്മളിവിടെ ഒരു എൻട്രി വിഡ്ജറ്റ് കൊടുക്കുന്നു. ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ സെൽഫ് കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം താഴോട്ട് വരാം. താഴോട്ട് വന്നതിന് ശേഷം നമുക്ക് ക്വാണ്ടിറ്റിയുടെയും പ്രൈസിൻ്റെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് താഴോട്ട് 2 തവണ കോപ്പി ചെയ്യാം. രണ്ടാമത്തെ നമ്മൾ കൊടുക്കുന്നത് ക്വാണ്ടിറ്റിയുടേതാണ്. സോ നമ്മളിവിടെ ക്വാണ്ടിറ്റി എന്ന് കൊടുക്കുന്നു, ക്വാണ്ടിറ്റി. മൂന്നാമത് വേണ്ടത് നമുക്ക് പ്രൈസ് ആണ്. സോ നമ്മളിവിടെ പ്രൈസ് എന്ന് കൊടുക്കുന്നു. സോ ഓരോന്നിൻ്റെയും വേരിയബിൾ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാം. സെൽഫ് ഡോട്ട് ഐറ്റം ലേബൽ. സോ നമുക്കിവിടെ ക്വാണ്ടിറ്റി എന്ന് കൊടുക്കാം, ക്വാണ്ടിറ്റി ലേബൽ, അതുപോലെ ക്വാണ്ടിറ്റി എൻട്രി, അതുപോലെ പ്രൈസ് ലേബൽ, പ്രൈസ് എൻട്രി, ഇത്രയും കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു ബട്ടൺ കൂടി ആവശ്യമുണ്ട്. സോ നമുക്കിവിടെ സെൽഫ് ഡോട്ട് ആഡ് ചെയ്യുന്നതിനുള്ള ബട്ടണാണ്. സോ നമ്മളിവിടെ ആഡ് ബട്ടൺ എന്ന് കൊടുക്കാം, ആഡ് BTN. ഇതൊരു ബട്ടണാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മളൊരു ബട്ടൺ വിഡ്ജറ്റ് സെലക്ട് ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ സെൽഫ്, നമ്മുടെ ഒബ്ജക്റ്റ്, അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ ആഡ് ടു എക്സൽ എന്ന് കൊടുക്കാം, ആഡ് ടു എക്സൽ, ഇത്രയും കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിത് ഗ്രിഡ് ഉപയോഗിച്ചാണ്, ഗ്രിഡ് മെത്തേഡിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ സെൽഫ് ഡോട്ട് ഐറ്റം ലേബൽ ഡോട്ട് ഗ്രിഡ്. സോ ഗ്രിഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കോളവും റോയും കൊടുത്താൽ മതി. സോ നമ്മൾ റോ 1 കൊടുക്കാം, അതുപോലെ നമുക്ക് കോളം 0 കൊടുക്കാം, കോളം 0, അതുപോലെ പാഡ് X 10, അതുപോലെ പാഡ് Y നമുക്ക് 10 കൊടുക്കാം. താഴോട്ടതുപോലെ കോപ്പി ചെയ്യാം. നമുക്ക് ഐറ്റം എൻട്രിയുടേത് കൊടുക്കാം, ഐറ്റം എൻട്രി നമുക്ക് സെയിം ആ ഒരു റോയിലാണ് വേണ്ടത്. സോ നമുക്ക് റോ 1 നമുക്ക് കോളം 1 കൊടുക്കാം, കോളം 1, ബാക്കിയെല്ലാം അതുപോലെ കൊടുക്കാം. ശേഷം നമുക്ക് തൽക്കാലം നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. ഐറ്റം, അതുപോലെ അതിൻ്റെ ടെക്സ്റ്റ് ബോക്സ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് വേണ്ടത് ക്വാണ്ടിറ്റിയും പ്രൈസുമാണ്. സോ നമുക്ക് വിഡ്ത്ത് ഇങ്ങനെ ഇരുന്നോട്ടോ, നമുക്ക് ഹൈറ്റ് ഒന്ന് കുറക്കാം. ഹൈറ്റ് നമുക്ക് ഇത്ര വലിയൊരു ഫോമിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു 200 കൊടുക്കാം, 200. സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ലഭിക്കും. നമുക്ക് ഇത്രയും മതി. ഇവിടെ നമുക്ക് ഐറ്റം എൻ്റർ ചെയ്യാം, അതുപോലെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യാം, പ്രൈസ് എൻ്റർ ചെയ്യാം. താഴെ നമുക്ക് ബട്ടൺ വേണം. സോ നമുക്ക് താഴോട്ട് വരാം. താഴോട്ട് വന്നതിന് ശേഷം ഇത് താഴോട്ട് ഇതുപോലെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ഐറ്റം ക്വാണ്ടിറ്റി ലേബലും അതുപോലെ ക്വാണ്ടിറ്റി എൻട്രിയുമാണ്. സോ നമ്മളിവിടെ ക്വാണ്ടിറ്റി ലേബൽ, അതുപോലെ ക്വാണ്ടിറ്റി എൻട്രി എന്ന് കൊടുക്കുന്നു. റോ എന്ന് പറയുന്നത് 2 ആയിരിക്കും, രണ്ടിൻ്റെയും റോ 2 ആയിരിക്കും. സേവ് ചെയ്യാം. അതുപോലെ മൂന്നാമതായി നമുക്ക് പ്രൈസിൻ്റെതാണ്, നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. താഴോട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ക്വാണ്ടിറ്റിക്ക് പകരമായി നമുക്ക് പ്രൈസ് എന്ന് കൊടുക്കാം, പ്രൈസ് ലേബൽ, അതുപോലെ പ്രൈസ് എൻട്രി. സോ ഇവിടെ നമ്മൾ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ്. സോ നമ്മളിവിടെ 0 എന്നതിനെ കൊടുക്കാം, 0. രണ്ടാമത് 1 ആയിരിക്കും, രണ്ടാമത് റോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. മൂന്നാമത് 2 ആയിരിക്കും. സോ നമ്മുടെ കോളവും റോയും ഇൻഡെക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 0 കൊടുക്കാം. രണ്ടാമത്തെ 1 ആയിരിക്കും, മൂന്നാമത്തെ 2 ആയിരിക്കും. സേവ് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും, ഐറ്റം, ക്വാണ്ടിറ്റി, പ്രൈസ്. അവസാനമായി നമുക്ക് നമ്മുടെ ബട്ടൺ ആഡ് ചെയ്യണം. സോ നമുക്ക് താഴോട്ട് ഈ ഒരു കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. സോ നമുക്ക് ബട്ടൺ ആഡ് ചെയ്യണം. സോ സെൽഫ് ഡോട്ട് പ്രൈസ് എൻട്രിക്ക് പകരമായി നമുക്ക് ആഡ് ബട്ടൺ ഡോട്ട് ഗ്രിഡ്. റോ നമുക്ക് 3 കൊടുക്കാം, റോ 3, അതുപോലെ കോളം 0 കൊടുക്കാം, കോളം 0. സോ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും, ആഡ് ടു എക്സൽ. ഓക്കെ, സോ നമുക്ക് കോളം 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് തൽക്കാലം കോളം 2 കൊടുക്കാം, കോളം 2. സേവ് ചെയ്യാം, റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിച്ചു. സോ നമ്മൾ ഇനി ഇവിടെ കാര്യങ്ങളൊക്കെ
എൻ്റർ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മളിവിടെ ഐറ്റം നമ്മളിവിടെ USB എന്ന് കൊടുക്കുന്നു, USB മൗസ്. അതുപോലെ ക്വാണ്ടിറ്റി നമ്മൾ 10 കൊടുക്കുന്നു, പ്രൈസ് 300 കൊടുക്കുന്നു. നമ്മൾ ആഡ് ടു എക്സലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സൽ ഫയൽ ജനറേറ്റ് ആവണം. ആ ഒരു എക്സൽ ഫയലിൽ അത് സേവ് ആവണം. സോ ആ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇനി അതാണ് നമ്മൾ ഇനി മെയിനായി പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓപ്പൺ ബൈ എക്സൽ എന്ന് പറയുന്ന ഈ ഒരു പാക്കേജാണ് അതിനുപയോഗിക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്കിതിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിനുള്ളിൽ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ആഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ സെൽഫ് കീവേഡ് കൊടുക്കാൻ മറക്കരുത്. സോ അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ആദ്യം ഐറ്റം നെയിം നമ്മൾ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിവിടെ സെൽഫ് ഡോട്ട് ഐറ്റം എൻട്രി ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. അതുപോലെ നമുക്ക് ക്വാണ്ടിറ്റി വേണം, പ്രൈസ് വേണം. സോ നമ്മളിവിടെ ക്വാണ്ടിറ്റി QTY എന്ന് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് പ്രൈസ് എന്ന് കൊടുക്കാം. ക്വാണ്ടിറ്റിയുടേത് നമുക്ക് ക്വാണ്ടിറ്റി എൻട്രി സെൽഫ് ഡോട്ട് ക്വാണ്ടിറ്റി എൻട്രി. അതുപോലെ പ്രൈസിൻ്റെതാണെങ്കിൽ പ്രൈസ് നമുക്ക് സെൽഫ് ഡോട്ട് പ്രൈസ് എൻട്രി. ഈ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഐറ്റം ക്വാണ്ടിറ്റി പ്രൈസ് എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് വേണ്ടത് ഇത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണം. സോ നമ്മൾ ഇഫ് ഐറ്റം ഉണ്ടെങ്കിൽ, അതുപോലെ ആൻഡ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, ആൻഡ് നമുക്ക് പ്രൈസ് ഉണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങളും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് റൈറ്റ് ചെയ്യണം. നമ്മളുടെ സെൽഫ് ഡോട്ട് റൈറ്റ് ടു എക്സൽ എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിനുള്ളിലോട്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ ആർഗ്യുമെൻ്റ് ആയി കൊടുക്കുന്ന ഐറ്റം, അതുപോലെ ക്വാണ്ടിറ്റി, അതുപോലെ നമുക്ക് വേണ്ടത് പ്രൈസ്. ഈ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ റൈറ്റ് എന്ന് പറയുന്നതിൽ കൊടുത്തു കഴിഞ്ഞു. സോ ഇനി നമുക്ക് റൈറ്റ് ടു എക്സൽ എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കൂടി ആവശ്യമാണ്. സോ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. താഴെ വരുന്നു. സോ നമ്മൾ റൈറ്റ് ടു എക്സൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഫംഗ്ഷൻ നെയിം നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുത്താണ്. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് സോ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് നെയിം കൊടുക്കണം. അതുപോലെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ അവിടുന്ന് പാസ് ചെയ്തിട്ടുണ്ട്. ഐറ്റം, അതുപോലെ ക്വാണ്ടിറ്റി, അതുപോലെ പ്രൈസ്. 3 കാര്യങ്ങൾ നമ്മളുടെ ആർഗ്യുമെൻ്റോടെ റിസീവ് ചെയ്യുന്നു. ഓക്കെ. സോ അതിനുശേഷം നമുക്ക് ട്രൈ എക്സെപ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് കൊടുക്കാം. സോ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിന് എറർ ഒന്നും വരുന്നതായിരിക്കില്ല. ട്രൈ എക്സെപ്റ്റ്. സോ ട്രൈയിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എൻ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. വർക്ക് ബുക്ക് ഈക്വൽ ടു ലോഡ് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ എക്സൽ നെയിം നമുക്ക് കൊടുക്കാം. എക്സൽ ഫയൽ നെയിം നമ്മൾ കൊടുക്കുന്നത് ഐറ്റം ഡോട്ട് XLSX എക്സലിൻ്റെ എക്സ്റ്റൻഷനാണ് കൊടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രൈയിൽ നമ്മൾ കൊടുത്ത കാര്യം നമ്മുടെ വർക്ക് ബുക്ക് ലോഡ് ആവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് എക്സെപ്റ്റ് ഫയൽ നോട്ട് ഫൗണ്ട് എറർ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ നമ്മളതിന് ശേഷം വർക്ക് ബുക്ക് ഈക്വൽ ടു പുതിയൊരു വർക്ക് ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയും വർക്ക് ബുക്കാണ് സെയിം ഒരു നെയിമാണ് വരുന്നത്. നമ്മൾ മുകളിൽ പോയതിന് ശേഷം ഇമ്പോർട്ട് വർക്ക് ബുക്ക് എന്ന് പറയുന്നതിന് W നമ്മൾ ക്യാപിറ്റലായി കൊടുക്കുക, വർക്ക് ബുക്ക്. സോ നമുക്ക് താഴെ വന്നതിന് ശേഷം വർക്ക് ബുക്ക് ഈക്വൽ ടു നമ്മുടെ വർക്ക് ബുക്ക് ക്ലാസ് നമുക്ക് സെലക്ട് ചെയ്യാം. സോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്ക് ബുക്ക് ഇവിടെ ക്ലാസ് വർക്ക് ബുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ നമുക്ക് ക്യാപിറ്റൽ വർക്ക് ബുക്ക് കൊടുക്കുക. സോ ഈ സ്മോൾ ലെറ്ററിൽ നമ്മൾ W എഴുതിയത് നമ്മുടെ ഒബ്ജക്റ്റാണ്. ഓക്കെ, വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ്. സോ ഇവിടെ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഐറ്റം ഡോട്ട് XLSX എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അത് നമുക്ക് വർക്ക് ബുക്കിലോട്ട് ലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയ വർക്ക് ബുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇത് സേവ് ചെയ്യണം. ശേഷം നമ്മൾ ഷീറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വർക്ക് ബുക്കിലെ ആക്റ്റീവ് ആയിട്ടുള്ള ഷീറ്റാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് ബുക്ക് ഡോട്ട് ആക്റ്റീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഫയലിലെ ആ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഷീറ്റ്, അതായത് ഷീറ്റ് 1 ആയിരിക്കും ഇതിൽ സെലക്ട് ആവുക. സോ അതിനുശേഷം നമ്മൾ റോ സെലക്ട് ചെയ്യുന്നു. റോ ഈക്വൽ ടു നമ്മൾ കൊടുക്കേണ്ട ഇതൊരു ലിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ നമ്മുടെ ഐറ്റം അതുപോലെ ക്വാണ്ടിറ്റി,
അതുപോലെ പ്രൈസ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഇത് നമുക്ക് നമ്മുടെ എക്സലിലോട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഷീറ്റ് ഡോട്ട് അപ്പൻഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കോൾ ചെയ്യുന്നു. ഷീറ്റ് ഡോട്ട് അപ്പൻഡ്. അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഡാറ്റ, നമ്മുടെ പ്രോ എന്ന് പറയുന്ന ഡാറ്റ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വർക്ക് ബുക്ക് ഡോട്ട് സേവ്. നമ്മുടെ വർക്ക് ബുക്കിൻ്റെ പേരെന്തായിരുന്നു? സോ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ പേര് നമ്മളിവിടെ കൊടുക്കുക ഐറ്റം ഡോട്ട് XLSX. സോ ഇത്രയും കൊടുക്കാം. നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ നമ്മളിവിടെ ആദ്യം USB മൗസ് എന്ന് കൊടുക്കുന്നു. USB മൗസ്. ക്വാണ്ടിറ്റി നമ്മളൊരു 10 കൊടുക്കുന്നു. പ്രൈസ് നമ്മളൊരു 200 കൊടുക്കുന്നു. ആഡ് ടു എക്സൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ എക്സ്പ്ലോററിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സേവ് ആയിട്ടില്ല. ഓക്കെ. സോ നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടണിൽ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് സേവ് ആകേണ്ടത്. നമ്മുടെ ബട്ടണിൽ നമ്മൾ ആ ആക്ഷൻ കൊടുത്തിട്ടില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബട്ടണിൽ പോവുക. സോ നമ്മുടെ ബട്ടൺ എവിടെയായിരുന്നു? ഇവിടെ ആഡ് ടു എക്സൽ ഇവിടെ നമ്മൾ കമാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. കമാൻഡ്. സോ ഇതിലാണ് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത്. നമ്മളിവിടെ സെൽഫ് ഡോട്ട് ആഡ് ഡാറ്റ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യണം. എന്നാൽ മാത്രമേ അത് അതിലോട്ട് സേവ് ആകുകയുള്ളൂ. നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ സേവ് ആകുന്നത്. നമ്മൾ ഇനി ഒന്നുകൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വരുന്നു. സോ നമ്മളുടെ USB മൗസ്, അതുപോലെ ക്വാണ്ടിറ്റി 10, അതുപോലെ പ്രൈസ് നമ്മൾ 200 കൊടുക്കുന്നു. ആഡ് ടു എക്സലിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഐറ്റം ഡോട്ട് XLSX എന്ന് പറയുന്ന പുതിയൊരു ഫയൽ നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മളിവിടെ വന്ന് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു ഡാറ്റ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം USB മൗസ്, ക്വാണ്ടിറ്റി 10, 200 എന്ന് പറയുന്ന 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇനി വേണമെങ്കിൽ നമ്മളിവിടെ ഒരു പുതിയൊരു ടേബിൾ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ഐറ്റം, അതുപോലെ ക്വാണ്ടിറ്റി, അതുപോലെ നമുക്ക് പ്രൈസ്. സോ നമുക്കിതിനെ ഒരു ടേബിൾ ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്നതൊക്കെ ഈ ടേബിളിൽ നമുക്ക് സേവ് ആകുന്നതായിരിക്കും. സോ നമുക്ക് ഒന്നും കൂടി കുറച്ച് ഐറ്റംസ് നമുക്ക് എൻ്റർ ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. സോ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലഭിക്കും. സോ നമുക്കിവിടെ വന്നതിന് ശേഷം നമുക്കിവിടെ കീബോർഡ് ഒന്ന് കൊടുക്കാം. കീബോർഡ് ക്വാണ്ടിറ്റി ഒരു 23 കൊടുക്കാം. പ്രൈസ് നമുക്കൊരു 300 കൊടുക്കാം. ആഡ് ടു എക്സൽ. അതുപോലെ നമുക്ക് മൗസ് ഒന്ന് കൊടുക്കാം. മൗസ് ക്വാണ്ടിറ്റി നമുക്കൊരു 10 കൊടുക്കാം. പ്രൈസ് നമുക്കൊരു 200 കൊടുക്കാം. ആഡ് ടു എക്സൽ. സോ ഇത് നമുക്കൊന്ന് പോയി നോക്കാം. സോ നമുക്കിവിടെ ആഡ് ടു എക്സൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണം. സോ ഒരു കാര്യം കൂടി നമുക്കിവിടെ ചെയ്യാം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ സേവ് ആയതിനു ശേഷം, ഇതെല്ലാം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതെല്ലാം ക്ലിയർ ചെയ്യാം. സോ നമ്മൾ സെൽഫ് ഡോട്ട് ഐറ്റം എൻട്രി ഡോട്ട് ഡിലീറ്റ്. സോ നമുക്ക് 0, end എന്ന ഈ രീതിയിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് താഴോട്ട് ഇത് 3 തവണ കോപ്പി ചെയ്യാം. സോ ഐറ്റം എൻട്രി, അതുപോലെ നമ്മുടെ ക്വാണ്ടിറ്റി എൻട്രി, അതുപോലെ പ്രൈസ് എൻട്രി. ആ 3 എൻട്രി വിഡ്ജറ്റും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും, കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതിനാണ് നമ്മൾ ഇവിടെ ഡിലീറ്റ് ബട്ടൺ കൊടുത്തത്. സോ നമുക്ക് ഇനി ഒന്നും കൂടി എൻ്റർ ചെയ്ത് നോക്കാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മളിവിടെ മൗസ്, കീബോർഡ്, അതുപോലെ ചാർജർ നമുക്ക് ക്വാണ്ടിറ്റി ഒരു 40 കൊടുക്കാം. പ്രൈസ് നമുക്ക് 99 കൊടുക്കാം. ആഡ് ടു എക്സൽ. സോ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം അതിലുള്ളതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. സോ പുതിയ റെക്കോർഡ് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നമ്മുടെ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ടേബിളിൽ 1 by 1 ആയിട്ട് നമുക്കിതുപോലെ നമ്മൾ എൻ്റർ ചെയ്യുന്നതെല്ലാം ഇതുപോലെ ആഡ് ആവുന്നതായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ കീബോർഡ്, മൗസ്, അതുപോലെ ചാർജർ നമ്മൾ എൻ്റർ ചെയ്തു. സോ ഇനി നമ്മൾ ഏതെങ്കിലും മറ്റു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഇതിന് താഴെയാണ് ഇത് വരുന്നത്. സോ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് 2 ഐറ്റം കൂടി എൻ്റർ ചെയ്ത് നോക്കാം. സോ നമ്മൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ പ്രിൻ്റർ എന്ന് കൊടുക്കാം. പ്രിൻ്റർ ക്വാണ്ടിറ്റി ഒരു 40, പ്രൈസ് നമുക്ക് 2000 കൊടുക്കാം. ആഡ് ടു എക്സൽ. അതുപോലെ നമുക്ക് സ്കാനർ ക്വാണ്ടിറ്റി 5, പ്രൈസ് നമുക്ക് 3000, ആഡ് ടു എക്സൽ. അപ്പോൾ നമ്മൾ 2 ഐറ്റം കൂടി നമ്മൾ എൻ്റർ ചെയ്തു. അത് നമുക്കിവിടെ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമ്മൾ നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവസാനമായി ആഡ് ചെയ്ത ആ പ്രിൻ്ററും സ്കാനറും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ ഓരോ ഐറ്റം എൻ്റർ ചെയ്യുമ്പോഴും ഏതാണ് നമ്മൾ ലാസ്റ്റ് എൻ്റർ ചെയ്ത് അതിന് താഴെ ഇതിങ്ങനെ വരുന്നതായിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു.